ആദ്യത്തെ കോർപ്പറേഷൻ്റെ ആദ്യത്തെ മേയർ എന്ന് പറയുന്ന നിലക്ക് സി പി എമ്മിൻ്റെ മേയർ അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നീട് അതിലേക്ക് തിരിച്ചു വരാനായിട്ട് സി പി എമ്മിന് കഴിയുന്നില്ല എന്നുള്ളത് സി പി എമ്മിൻ്റെ രാഷ്ട്രീയമായ വലിയ ഒരു ലിമിറ്റേഷനാണ്. വമ്പൻ നേതാക്കൾ പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം സി പി എമ്മിനെ തന്നെയാണ് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അതേപോലെ തന്നെ നിയോജക മണ്ഡലങ്ങൾ, നിയമസഭാ നിയമമണ്ഡലങ്ങൾ ഒക്കെ തന്നെ വലിയ തരത്തിൽ സി പി എമ്മിന് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. സി പി എമ്മിൻ്റെ മേയർ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവെ വിലയിരുത്തിയാൽ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. നമസ്കാരം. കണ്ണൂരിലാര്? ഇത് മാത്രമാണ് കേരളത്തിലെ കൗതുക ചോദ്യം എന്നത്. എന്തുകൊണ്ടെന്ന് പലരും ചോദിക്കാറില്ല എന്നുള്ളതാണ്. 2015 ആദ്യമായിട്ട് കണ്ണൂർ കോർപ്പറേഷൻ നിലവിൽ വരുന്നത്. കണ്ണൂരിലെ ആദ്യത്തെ മേയർ സി പി എമ്മിൻ്റെ മേയറായിരുന്നു. EP ലതയായിരുന്നു കണ്ണൂർ കോർപ്പറേഷൻ്റെ ആദ്യത്തെ മേയർ. പക്ഷേ പിന്നീട് കണ്ണൂരിൻ്റെ ഭരണം സി പി എമ്മിന് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അത് തിരിച്ചു പിടിക്കാനായിട്ട് ഇതുവരെ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇനി കഴിയും എന്ന് ഈ തെരഞ്ഞെടുപ്പ് വേളയിലും പറയാനായിട്ട് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. 2025 ഈ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ കോർപ്പറേഷൻ ഇടതുപക്ഷത്തിൻ്റെ കൈകളിലെത്തുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരമാണ് ശബ്ദത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ കണ്ണൂരിൽ UDF ആധിപത്യം തുടരും എന്നതിനെയാണ്. എന്തുകൊണ്ട് തുടരുന്നു? ഈ ചോദ്യത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. കാരണം കണ്ണൂർ ചെങ്കോട്ടയാണ്. കണ്ണൂരിലെ ഏതാണ്ട് എല്ലാ മേഖലകളിലും ആധിപത്യം പുലർത്തുന്നത് CPM തന്നെയാണ്. പക്ഷേ CPMന് കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ പിടിക്കാൻ പറ്റുന്നില്ല എങ്കിൽ CPMൻ്റെ ആത്യന്തികമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ട എന്തായിരിക്കണം? അത് പിടിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം, അതിനാവശ്യമായിട്ടുള്ള ആസൂത്രണം, അതിനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അവർ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇല്ലെന്നാണ് ഉത്തരം. നമ്മൾ കോഴിക്കോട് ചെല്ലുന്ന സമയത്ത് ഇതേപോലെ തന്നെ കോഴിക്കോട് UDFന് വലിയ ആധിപത്യം അവരുടെ നേതൃത്വപരമായിട്ടും മൂലധന സംവിധാനത്തിലും അതേപോലെ തന്നെ സാമുദായികമായ കാര്യങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അവർക്കൊരിക്കലും കോഴിക്കോട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. കോഴിക്കോട് സ്ഥിരമായിട്ട് CPM ജയിക്കുന്ന ഒരു പ്രദേശമായിട്ട് മാറുകയും 45 വർഷമായിട്ട് അവിടുത്തെ ഭരണം CPMൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതിന് മാറ്റം വരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ വ്യത്യാസം വരുന്നുണ്ട്. കൊച്ചി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ UDFൻ്റെ ഒരു ശക്തി ദുർഗമാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ആ ശക്തി ദുർഗത്തെ പൊളിച്ച് അവിടെ CPM മേയർ അധികാരത്തിലെത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ വർഷം അവിടെ എന്ത് സംഭവിക്കും എന്ന് അറിയാൻ പാടില്ല. എന്നുവെച്ചാൽ നമ്മളതിൻ്റെ വിശകലനം നടത്തുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് പ്രവചനാതീതമായ രീതിയിൽ അത് മുന്നോട്ട് പോവുകയും സ്വതന്ത്രരുടെയും അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുടെയൊക്കെ സഹായത്താൽ UDF വേണമെങ്കിൽ അധികാരത്തിലേക്ക് വന്നേക്കാം എന്ന നിലയ്ക്കാണ്. UDFൻ്റെ പ്രശ്നം അത് തന്നെയാണ്. UDF വളരെ ശക്തമായിട്ട് ആധിപത്യം പുലർത്തേണ്ട ഈ എറണാകുളത്ത് അവർക്കതിന് കഴിയുന്നില്ല. കണ്ണൂർ അതേപോലെ തന്നെ CPM ആധിപത്യം പുലർത്തേണ്ടതാണ്. പക്ഷേ CPMന് അതിന് കഴിയുന്നില്ല. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ വർഷം അവിടുത്തെ പൊതുസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. 55 സീറ്റുകളാണ് കണ്ണൂർ കോർപ്പറേഷനകത്തുള്ളത്. ഇതിൽ കഴിഞ്ഞ വർഷം ഇടതുപക്ഷത്തിന് നേടാൻ കഴിഞ്ഞ 19 സീറ്റുകൾ മാത്രമാണ്. UDF ആകട്ടെ 34 സീറ്റുകൾ നേടുകയും അതിൽ 20 സീറ്റ് കോൺഗ്രസിനും 14 സീറ്റ് മുസ്ലിം ലീഗിന് നേടുകയും അങ്ങനെ കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ഒരു ആധിപത്യത്തിൽ ഭരണം നടക്കുന്ന ഒരു കോർപ്പറേഷനായിട്ട് മാറിത്തീർന്നു. ഇവിടുത്തെ മേയർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ മേയറായിരുന്നു. മുസ്ലിം മഠത്തിലായിരുന്നു. അദ്ദേഹത്തിന് കാര്യമായ രീതിയിൽ കണ്ണൂർ കോർപ്പറേഷനിൽ ഭരണം നടത്താനായിട്ട് കഴിഞ്ഞോ? UDFൻ്റെ ഒരു തുടർ ഭരണത്തിന് ആവശ്യമായിട്ടുള്ള മികച്ച രീതിയിൽ ഭരണം കാഴ്ചവെച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ലഭിക്കുന്ന ഉത്തരം അത്ര പോസിറ്റീവല്ല. 2 പ്രമുഖമായിട്ടുള്ള ആരോപണങ്ങൾ ആ ഭരണകൂടത്തിനെതിരെ ഉയർന്നു വന്നിരുന്നു. അതിലൊന്ന് ജലശുചീകരണ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് രൂപം കൊടുത്ത പദ്ധതിയിൽ 40 കോടി രൂപയാണ് അതിൻ്റെ അടങ്കൽ പദ്ധതിയിൽ വന്നിരുന്നത്. 40 കോടി. ആ 40 കോടി പിന്നീട് 140 കോടിയാക്കി മാറ്റാനായിട്ടുള്ള ശ്രമം നടന്നു എന്നുള്ളത് അവർക്കെതിരെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണമായിരുന്നു. 40 കോടിയിൽ നിന്ന് 140 കോടിയിലേക്ക് അതിൻ്റെ അടങ്കൽ തുക മാറ്റിയാൽ അതിനിടയ്ക്ക് വരുന്ന വ്യത്യാസം 100 കോടി രൂപയുടെ. ഈ 100 കോടി രൂപയുടെ ഒരു അഴിമതി അതിൻ്റെ പിന്നിൽ മണക്കുന്നുണ്ട് എന്നുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ശക്തമായിട്ടുള്ള ആരോപണമായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഓഡിറ്റ് റിപ്പോർട്ട് വന്ന സമയത്ത് ഓഡിറ്റ് റിപ്പോർട്ടിൽ
1.77 കോടി രൂപ അധിക ചെലവ് വരുത്തി. എങ്ങനെ, എവിടെ നിന്നാണ് ഈ അധിക ചെലവ് വരുന്നത്? അത് കണ്ടെത്താനായിട്ട് കഴിയാതെ അതങ്ങനെ അധിക ചെലവായിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ഭരണസമിതിയുടെ വലിയ വീഴ്ചകളും പോരായ്മകളുമായിട്ട് ചൂണ്ടിക്കാണിക്കുകയും അതിനെതിരെ ശക്തമായിട്ടുള്ള പ്രചരണവും അതേപോലെ തന്നെ ആ ആരോപണം വളരെ സജീവമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ മിക്കവാറും തന്നെ മറികടക്കുന്നത്, പ്രാദേശികമായിട്ടുള്ള ഈ വിഷയങ്ങളെയൊക്കെ മറികടക്കുന്നത് പൊതുരാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. പൊതുരാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരെ നിലനിൽക്കുന്ന ആൻറ്റി ഇൻക്യുംബൻറ്റൻസി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള രീതിയിൽ അവിടെ പ്രചരണത്തിൽ കൊണ്ടുവരാനായിട്ട് UDF ശ്രമിച്ചിട്ടുണ്ട്. UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രചരണ ഉപാധി എന്ന് പറയുന്നത് സർക്കാരിനെതിരായിട്ടുണ്ട്. ഇത് അവിടെ മാത്രമല്ല, ഏതാണ്ട് കേരളത്തിലെമ്പാടും പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ ഇറങ്ങുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ്. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉയരുന്ന അല്ലെങ്കിൽ ഉയർത്തേണ്ടതായ പല വിഷയങ്ങളും ഇപ്പോഴേ തന്നെ പതുക്കെ ഇങ്ങനെ തുടങ്ങി വെക്കുകയാണ് ചെയ്യുന്നത്. അതൊരു പൈലറ്റ് പ്രൊജക്റ്റ് പോലെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മിക്കവാറും എല്ലാ വീടുകളിലും UDFൻ്റെ 4 പേജുള്ള ഒരു പത്രം തന്നെ വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ സർക്കാർ ചെയ്തിരിക്കുന്നത്, അതിൽ മറക്കാതെ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വോട്ടർമാരെ ബോധ്യപ്പെടുത്താനായിട്ടുള്ള പ്രതിപക്ഷത്തിൻ്റെ കരുതലോടുകൂടിയ പ്രതിരോധ പ്രവർത്തനങ്ങളും പ്രത്യാക്രമണ പ്രവർത്തനങ്ങളും നമുക്ക് അതിനകത്ത് കാണാം. അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രചരണങ്ങളിലൊക്കെ ഉണ്ട്. അത് അവിടെ മാത്രമല്ല, എല്ലാ സ്ഥലത്തുമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നതായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, അതുപോലെ ശബരിമല സ്വർണ്ണക്കൊള്ള, ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും പ്രകടമായിട്ടുള്ള ഒരു സ്ഥിതിയിൽ സ്വാധീനം ചെലുത്തുന്ന വിഷയം എന്ന് പറഞ്ഞ പ്രാദേശിക വിഷയങ്ങൾ. ആ പ്രാദേശിക വിഷയങ്ങളെന്ന് പറയുന്നത് നിലവിലുള്ള ഭരണസമിതിയുടെ ഭരണപ്രകടനത്തെയും അവരുടെ ഗവേണൻസിൻ്റെ കഴിവിനെയും കഴിവില്ലായ്മയും ഒക്കെ വ്യക്തമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ്. അതിവിടെയും തുടരുന്നുണ്ടാകും. എന്തായാലും ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും CPMന് അതിനെ മറികടക്കാനായിട്ട് കഴിയുന്നില്ല. നഷ്ടപ്പെട്ടു പോയ ഭരണത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവർക്ക് എന്തുകൊണ്ടാണ് പ്രവർത്തിക്കാനായിട്ട് കഴിയാത്തത് എന്ന ചോദ്യം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്ന സമയത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം അതാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല? 2015 ആദ്യമായിട്ട് കോർപ്പറേഷൻ രൂപീകരിക്കുന്ന സമയത്ത് ആദ്യത്തെ കോർപ്പറേഷൻ്റെ ആദ്യത്തെ മേയർ എന്ന് പറയുന്ന നിലക്ക് CPMൻ്റെ മേയർ അവതരിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നീട് അതിലേക്ക് തിരിച്ചു വരാനായിട്ട് CPMന് കഴിയുന്നില്ല എന്നുള്ളത് CPMൻ്റെ രാഷ്ട്രീയമായ വലിയ ഒരു ലിമിറ്റേഷനാണ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം. കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും കണ്ണൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അതേപോലെ തന്നെ നിയോജക മണ്ഡലങ്ങൾ, നിയമസഭാ നിയമമണ്ഡലങ്ങൾ ഒക്കെ തന്നെ വലിയ തരത്തിൽ CPMന് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ്. പക്ഷേ ആ സ്വാധീനത്തെ പതുക്കെ ഈ കണ്ണൂരിലേക്ക്, നഗരത്തിലേക്ക്, കോർപ്പറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യിപ്പിക്കുന്നതിൽ CPM പരാജയപ്പെടുന്നു. വമ്പൻ നേതാക്കൾ, പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം CPMനെ തന്നെയാണ് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ മേയറെ സൃഷ്ടിച്ച നിങ്ങൾക്ക് പിന്നെന്തുകൊണ്ട് വീണ്ടും CPMൻ്റെ മേയറെ അവിടെ കൊണ്ടുവരാനായിട്ട് കഴിയുന്നില്ല എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഈ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുമോ എന്ന് ചോദിച്ചാൽ, എന്നുവെച്ചാൽ CPMൻ്റെ മേയർ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഉള്ള നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ പൊതുവെ വിലയിരുത്തിയാൽ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്നുള്ളതാണ്. വളരെ മികച്ച പ്രകടനം കോൺഗ്രസോ അതല്ല മുസ്ലിം ലീഗോ നടത്തിയതിൻ്റെ പേരിലൊന്നും സംഭവിക്കുന്നതല്ല ഇത് ഒരു നമ്മൾ പറയില്ലേ, സ്റ്റാറ്റസ് കോ പിന്തുടരുന്നു, മാറ്റങ്ങൾ വരുന്നില്ല എന്നുവെച്ചാൽ ശക്തമായിട്ടുള്ള ഇടപെടലുകളില്ല, രാഷ്ട്രീയമായിട്ട് പ്രോജക്റ്റുകളില്ല, പദ്ധതികളില്ല. മാറ്റിമറിക്കുക എന്ന് പറയുന്ന ബൃഹത്തായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആസൂത്രിതമായി ഒരു 5 വർഷം ആസൂത്രിതമായിട്ട് പ്രവർത്തനം നടത്തിയാൽ ഒരിടത്തൊക്കെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അട്ടിമറിക്കാനായിട്ട് കഴിയും. പക്ഷേ CPM അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നതാണ് ഈ തിരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം.